പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് രാത്രി കാഴ്ചകൾ കാണാം. അവിടെ അഷ്ടമിക്ക് വന്നിട്ട് പാതിരാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ട് നമ്മൾ. അപ്പൊ ആ സെഷന് ഇവിടെ കുറെ റോഡിൽ തന്നെ വിളക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് പുതിയനാപുരത്തപ്പൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോ ഈ വിളക്കുകളെല്ലാം കത്തിച്ച് വരവേൽക്കും. അതിന് വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആനയൊക്കെ ഇട്ട് അങ്ങോട്ട് പോവുക ചെയ്യാം. എന്നിട്ടാണ് അമ്പലത്തിനുള്ളിൽ കയറുന്നത്. അപ്പൊ അതിന് നമ്മുടെ പുറകിലുള്ളത് ഒരു ഗോപുരാണ്. അതെ, ഒരു ചെറിയൊരു ഗോപുരാണ്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നല്ല കാണാൻ. അപ്പൊ ഇനി നമുക്ക് വലിയ വലിയ ഗോപുരങ്ങളും ഡിസൈനും ഭയങ്കര വലിപ്പമുള്ള ഗോപുരങ്ങളും വിശേഷങ്ങളും കാഴ്ചകളൊന്നും കാണാം. അല്ലെ ഗോപുരം കാണാനുള്ള തിരക്കില് പോണ വഴിക്കണത് ആനയുടെ ശബ്ദം കേട്ടെ. ചങ്ങലയുടെ പിന്നെയാണ് മനസ്സിലായത് ആന അടുത്തുകൂടെ തന്നെ. അടിപൊളി. തൊട്ടടുത്ത് കൂടെ ഉണ്ടോ ആന? അടിപൊളി. തൊട്ടടുത്ത് ആന പോയി. അപ്പൊ നമ്മുടെ തെക്കേ നടയിലുള്ള അലങ്കാര ഗോപുരാണ് കാണുന്നത്. നല്ല രസം കാണാൻ. ഓം നമ ശിവായ. ഈ തെക്കേ നടയ്ക്ക് അകത്തേക്കുള്ള എൻട്രിയുടെ അവിടെ തന്നെയാണ് ഈ കാണുന്ന ഗോപുരം ഉള്ളത്. അപ്പൊ നല്ല മനോഹരമായിട്ടാണ് കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട്. ആ ഒരു ശരിക്കുള്ള ആ തൂണൊക്കെ തന്നെ അതിന് മുകളിൽ ഇങ്ങനെ മാരാവിങ്ങനെ കെട്ടി നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അത് മാത്രല്ല ഈ തൂണിന്റെ രണ്ടപ്പുറത്തും ഇപ്പുറത്തേക്ക് ആനയുടെ കണ്ടില്ലേ, അതും കൊള്ളാം. നല്ല രസം. അടിപൊളി. അപ്പൊ നമുക്ക് ഇതിലും വലുതായിട്ടുള്ള ഗോപുരങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. നമ്മളിപ്പൊ നിൽക്കുന്നത് പടിഞ്ഞാറ നടയിലാണ്. ഇവിടെ അതെ അലങ്കാര ഗോപുരമുണ്ട്. അതെ എൻട്രി തന്നെ. അവിടെ മലവെടുപ്പ് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അതെ. മറ്റേ അവിടെ ആനയായിരുന്നെങ്കിൽ ഇവിടെ മയില. അങ്ങനെ ഒരു വ്യത്യസ്ത ജനസമുദ്രം. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഗോപുരം ലച്ചാ അടിപൊളി. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് കണ്ടിരിക്കുകയാണ്. സ്ഥലം തിരക്കും ഉണ്ടാകത്ത് കയറാനും. അതെ, ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോ 5-3 പേര് വെച്ച് ഇറങ്ങണം. കേറുമ്പോ 10-15 പേര് വെച്ച് കയറാം. അവിടെ തന്നെ നമ്മുടെ കേരള പോലീസ് ഉണ്ട്. അതെ സാർമാരൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് കയറാനുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ. അങ്ങട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് സെൻട്രലായിട്ട് പോലീസുകാരിലൊക്കെ. അതെ അതെ, സമയൊന്നും ആയിട്ടില്ലേ. അപ്പൊ 11 മാത്രമായിട്ടുള്ളൂ. അപ്പൊ ഇവിടെയും ഗോപുരം ഉണ്ട്, അലങ്കാര ഗോപുരം. അകലേന്ന് കാണാൻ വേണ്ടി ഭംഗി കൃത്യമായിട്ട് അടിപൊളി വിഷ്വൽസ് അല്ലേ. അതെ, നല്ല ഭംഗി. 3D ആണ്. അതെ, എന്ത് രസാ കാണാൻ. അതെങ്ങനല്ല 3D ലൈറ്റ് എന്ന് വെച്ചാ 3D ലൈറ്റ് അല്ല, 3D വീഡിയോ മലയാളത്തിലൂടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അടിപൊളി പന്തല് അല്ലെ. ഇപ്പൊ ഗോപുരായി കണ്ടില്ലേ. അതാ അതിന്റെ പ്രത്യേകത. നല്ല ഭംഗിയാണ്. ആഹാ, നല്ല കളർ. ചുവപ്പ തൂണൊക്കെ ഉണ്ട്. മിന്നി ഡിമ്പടിച്ച് മാറാൻ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ മാത്രല്ല, ഇനി അങ്ങോട്ട് കുറച്ച് അപ്പുറത്തും ഉണ്ടാവും ആ ലൈറ്റും അറേഞ്ച്മെന്റ്സ് ഒക്കെ. നല്ല ഭംഗിയാണ്. നല്ല രസമായിട്ടുള്ള പന്തല്. ഏവർക്കും അഷ്ടമി ആശംസകൾ. ആഹാ, എന്താ ഭംഗിയാണ്. ഇതൊക്കെ കണ്ടില്ലേ. ഓം ഓം ഓം. നല്ല രസമായിട്ടുള്ള ഗോപുരം കണ്ടില്ലേ. ശിവനും പാർവതി ഗോപുരം കയറി. അതാണ് അത് നോക്കി. ശിവനും പിന്നെ തൃശ്ശൂലും കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റി വരും. നല്ല ഭംഗിയാണ്. ഇതിലെ എത്ര വിഷ്വൽസ് ഉണ്ടല്ലേ. അതെ അതെ, അതവര് LED ബൾബിന്റെ പോലെ നടക്കുന്ന പരിപാടികളല്ലേ. അതെ അതെ, അതാ കണക്ഷന്റെ പ്രത്യേകത. കണക്ഷന്റെ തന്നെ ഫിസിക്സിലൊക്കെ കൃത്യമായിട്ട് പഠിക്കണ്ടേ. അതെ. അപ്പൊ തെക്കേ
പടിഞ്ഞാറ നട അവിടെയൊക്കെ നമ്മൾ പോയി പക്ഷെ അവിടെയൊക്കെ പോയപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ വടക്കേ നടയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നും പോണതും ഭയങ്കര പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മളിവിടെ. അപ്പൊ ഇവിടെ തന്നെയാണ് ഈ അലങ്കാര പന്തലുകള് കെട്ടിയത് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഇവിടെയാണ്. അടുത്തുനിന്ന് കാണുമ്പോ ഈ ഒരു നമ്മള് ഈ ചൈനയിലൊക്കെ നമ്മുടെ റോഡ് സൈഡില് മെയിൻ റോഡിലൊക്കെ ചൂലക്കായിട്ട് ടി വി വെക്കും. അതിലിങ്ങനെ ഇങ്ങനെ കയറി തന്നെ പോലെ ട്രെയിനൊക്കെ വന്ന് ഇടിക്കാൻ വന്ന പോലെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതേപോലെ അടിയിൽ കാണുമ്പോ ഇങ്ങനെ ചൂലൊക്കെ ഇങ്ങനെ അവിടെ ഇനി ഒരു പന്തലും കൂടി ഉണ്ട് അല്ലേ? അലങ്കാര ഗോപുരം എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. ഇങ്ങനെ വേണം അലങ്കാരം. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ട്. അപ്പൊ ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സിന് അടിയിലായിട്ട് സ്പീക്കറില് സാറിന്റെ പാട്ടിട്ടുണ്ട്. അതെ, അത് ഈ കാണുന്ന 11:45 വൈകട്ടഷ്ടമി കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഗാനം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ? പിന്നെ തീർച്ചയായും ഉറക്കമൊക്കെ പോവും. ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ട് കഴിഞ്ഞു. ഇപ്പൊ ഏലൂർ സാറിന്റെ സോപാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലങ്കാര ഗോപുരത്തിന്റെ മുകളിൽ ചെയ്തിരിക്കുന്ന പണികളുണ്ട്. അവരുടെ ആ 3D പോലത്തെ സംഭവങ്ങളിലും അതൊക്കെ നല്ല രസമായിട്ടൊക്കെ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ആ ലൈറ്റ് കളർ കണ്ടില്ലേ? അതെ, നല്ല കളർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ഡയഗ്നോസ് ഒക്കെ ആയിട്ട് എന്ത് രസം കാണാൻ. അവിടെ തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു കുഞ്ഞ് അമ്പലമുണ്ടല്ലേ, ക്ഷേത്രം. നമുക്ക് അതൊന്ന് കാണാം. ഇതൊക്കെയാണ് 2025 വൈകിട്ട് അഷ്ടമി നമ്മുടെ ഇവിടുത്തെ അലങ്കാര ഗോപുരത്തിന്റെ കാഴ്ചകള്. സമയം 12:09 ആയിട്ടാ. 12:09. ആൾക്കാരുടെ തിരക്ക് തുടങ്ങിയിട്ടില്ല. കടക്കണുള്ളൂ. 2 മണിക്ക് 3 മണിക്കൊക്കെ പരിപാടി, 4 മണിക്കൊക്കെ അവസാനം, 6 മണിക്കാവും കഴിയുമ്പോൾ ഫുള്ള് പരിപാടിയും കാഴ്ചകളൊക്കെ ഉള്ളത്. പിന്നെ ഈ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പറയണോ? അത് കുറച്ച് കഴിഞ്ഞാൽ വരും. വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.